നമസ്കാരം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യചൈതന്യയതി. ധ്യാനം 40. സമയിലുമന്യയിലും സദാപി വന്നിങ്ങമരുവതുണ്ടതതിൻ വിശേഷശക്തി അമിതയതാകിലുമാകെ രണ്ടിവറ്റിൻ ഭ്രമകലയാൽ അഖിലം പ്രമേയമാകും. ഞാൻ ഇതിന് അർത്ഥം പറയാം എന്ന് പറയുമ്പോൾ ഞാൻ വേറെ, മറ്റുള്ളതെല്ലാം വേറെ എന്ന് അറിവിൽ ഒരു പിരിവുണ്ടാകുന്നു. അപ്രകാരം പിരിച്ചു പറയുമ്പോൾ അന്യ എന്ന അറിവിന് പ്രസക്തി അധികമായി വരുന്നു. അതിനു പകരം നമുക്ക് ഒന്നിച്ചിരുന്ന് പഠിക്കാം എന്ന് പറയുമ്പോൾ അറിവ് കുറെ കൂടി ഏകീകൃതമാകുന്നു. ഞാൻ പോയിട്ട് ആ സ്ഥാനത്ത് നാം വരുന്നു. ഇവിടെ സമയ്ക്ക് പ്രാധാന്യം ലഭിക്കുന്നു. ഈ രണ്ടുമാതിരി അറിവിനും പ്രത്യേകമായ വിശേഷ ശക്തിയുണ്ട്. ഓരോ ശരീരത്തോടും ബന്ധിച്ചു നിൽക്കുന്ന അഹംബുദ്ധി വെച്ചുകൊണ്ട് വ്യവഹരിക്കുമ്പോൾ ഓരോരുത്തരും വേറെയാണ്. രൂപത്തിൽ, നിറത്തിൽ, ഒച്ചയിൽ, രുചിയിൽ, പെരുമാറ്റത്തിൽ. ഇങ്ങനെ എത്ര ഭേദങ്ങൾ വേണമെങ്കിലും എടുത്തു കാട്ടുവാൻ കഴിയും. ഒരു വസ്തുവിനെ തന്നെ വിശ്ലേഷണം ചെയ്തു തുടങ്ങുമ്പോൾ അതിൻ്റെ സ്വരൂപമില്ലാതായി തുടങ്ങുന്നു. പരമാണുവിനെ വിസ്ഫോടനം ചെയ്താൽ അതൊരു സംഹാര ശക്തിയായി മാറുന്നു. അവയവങ്ങളെയെല്ലാം ചേർത്തു വെച്ച് മനസ്സിലാക്കുമ്പോൾ വ്യക്തി പ്രമേയമായി വരുന്നു. വ്യക്തികളെ ഒന്നിച്ചെടുക്കുമ്പോൾ സമൂഹമുണ്ടാകുന്നു. എല്ലാ മനുഷ്യ സമൂഹങ്ങളെയും ഒന്നിച്ചെടുത്താൽ അതൊരു ജാതിയായി. വേറെയും ജാതികളുണ്ട്. പൂച്ചജാതി, നായ്ജാതി, കുരങ്ങുജാതി. ഇതിനെയെല്ലാം ചേർത്ത് ജീവജാലം എന്ന സാമാന്യത്തിലെത്താം. എല്ലാ സാമാന്യങ്ങളെയും ഒരറിവിൽ ഉൾപ്പെടുത്തി വയ്ക്കുമ്പോൾ അറിവ് പരമമായി തീരുന്നു. അറിവ് എപ്പോഴും ഈ വിശേഷത്തിൻ്റെയും സാമാന്യത്തിൻ്റെയും ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചു കൊണ്ട് തന്നെയിരിക്കുന്നു. വിശേഷങ്ങളെല്ലാം അടങ്ങിയ അറിവിൽ ഭേദബുദ്ധി ഇല്ലാതിരുന്നാൽ സമാധിസ്ഥനായിത്തീരും. അവിടെ അറിവെന്നും അറിയുന്നവനെന്നും അറിയപ്പെടുന്നവനെന്നുമുള്ള ഭേദബുദ്ധി ഉണ്ടായിരിക്കുകയില്ല. ഏതെങ്കിലും ഒരു വിശേഷ ബുദ്ധിയിൽ ഭ്രമിച്ച് മനസ്സ് അതിൽ മാത്രം കുടുങ്ങി നിന്നാൽ മൂഢനായി പോകും. എന്നാൽ മനസ്സ് ചലനമുള്ളതാണ്. വ്യഷ്ടി, സമഷ്ടി, അന്വയം, വ്യതിരേകം എന്നിങ്ങനെ എത്ര തരത്തിൽ വേണമെങ്കിലും സമയുടെയും അന്യയുടെയും വിശേഷ ശക്തികളിൽ അറിവിനു മാറി മാറി സഞ്ചരിക്കുവാൻ കഴിയും. അതനുസരിച്ച് നമ്മുടെ അറിവും ഭാവവും പെരുമാറ്റവും എല്ലാം മാറിക്കൊണ്ടിരിക്കും. ജീവിതം എന്നതു തന്നെ സമയുടെയും അന്യയുടെയും ഭ്രമകലയാണെന്ന് പറയാം. ഓ